ഒരു ഹിന്ദിക്കാരനോട് സംസാരിച്ച് തുടങ്ങിയാലോ? അവൻ്റെ നാട്, പേര്, ഇവിടെ എത്ര വർഷമായി എന്നൊക്കെ ചോദിച്ച് നമുക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അവൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലായിട്ടില്ല എന്നെങ്ങനെ പറയാം? അല്ല അവൻ പറയുന്നത് വേഗത്തിലാണ്, അപ്പോൾ ഒന്ന് സാവകാശം പറയൂ എന്നെങ്ങനെ പറയാം? ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ചലിയേ. നിങ്ങളൊരു യാത്രയിലോ അല്ലെങ്കിൽ വല്ല സ്ഥലത്ത് വെച്ചോ ഒരു ഹിന്ദിക്കാരൻ നിങ്ങളോട് ഹിന്ദിയിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് എന്താണ് ചെയ്യുക? മുജെ ഹിന്ദി നെയ് ആത്ത എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മെല്ലെ സ്കിപ്പാവുമോ? അതല്ല, അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്പം ചില ഹിന്ദി സെൻറ്റൻസുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ചില സെൻറ്റൻസുകൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മളുടെ പേര്, നാട്, ഇതൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അവന് സ്പീഡിലാണ് പറയുന്നെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. ഇനി ഒന്ന് സാവകാശം പറയൂ എന്ന് അവനോട് പറയുന്നത്. ഇങ്ങനെ തുടങ്ങി ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവൻ നമ്മോട് ചോദിക്കുകയാണ്, ആപ്കാ നാം ക്യാ ഹേ? ആപ്കാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്കാ താങ്കളുടെ, നാം പേര്, ക്യാ ഹേ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ അതിന് മറുപടി പറയും? മേരാ നാം റഫീഖ് ഹേ. എൻ്റെ പേര് റഫീഖാണ്. ഹേ ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേപോലെ തന്നെ പറഞ്ഞാൽ മതി. അവസാനം ആണ് എന്നുള്ളതിൻ്റെ ഹേ എന്ന് ചേർത്ത് കൊടുക്കുക അല്ലേ? അപ്പോൾ മേരാ നാം റഫീഖ് ഹേ. ഇനി അവൻ ചോദിക്കുന്നത് ആപ് കഹാൻ സേ ഹേ? ആപ് കഹാൻ സേ ഹേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആപ്, നമുക്ക് ആ സെൻറ്റൻസ് എന്ത് ചെയ്യുക? പീസാക്കാം. ആപ് താങ്കൾ, കഹാ എവിടെ, സേ നിന്ന്, ഹേ ആണ്. അപ്പോൾ താങ്കൾ എവിടെ നിന്നാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ നാട് എവിടെയാണ്, താങ്കളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. ആപ് കഹാൻ സേ ഹൈ. ഹേ എന്നുള്ളതിന് നമ്മൾ ബഹുമാന സൂചകമായിട്ട് പ്ലൂരൽ രൂപമാണ് കൊടുക്കുക. അപ്പം എങ്ങനെ? ആപ് എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ആപ്, താങ്കളുടെ നാട് എവിടെയാണ്? ആപ് കഹാൻ സേ ഹൈ. ആപ് കഹാൻ സേ ഹൈ എന്ന് വയ്ക്കും അല്ലേ? അപ്പോൾ ആപ് കഹാൻ സേ ഹൈ, താങ്കൾ എവിടെ നിന്നാണ്? അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിന് മറുപടി പറയും? മേ കേരൾ സേ ഹും. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ നാടൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റും. എങ്ങനെ? മേ കാലിക്കറ്റ് സേ ഹും. മേ കാലിക്കറ്റ് സേ ഹും. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. ഇവിടെ ഹും എന്നാണ് പറഞ്ഞത്. നേരത്തെ എൻ്റെ പേര് റഫീഖ് ആണ് എന്നുള്ളതിന് ഹേ എന്നാണ് പറഞ്ഞിരുന്നത്. മേ കേരൾ സേ ഹും. അവിടെ ഹൂം എന്ന് പറഞ്ഞത് ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഹേ എന്നുള്ളത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനത്തിലൊക്കെ ഹേ എന്ന് ചേർത്ത് കൊടുത്താൽ ആണ്, ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹൈ എന്ന് പറയും. അപ്പോൾ ഹേ, ഹൈ, ഇത്ര ശ്രദ്ധിക്കാനുള്ളൂ. അവിടെ രണ്ട് സ്ഥലത്ത് മാത്രം ഇതിന് വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. ആ രണ്ട് സ്ഥലം മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ സ്ഥലത്തും ഒന്നാണെങ്കിൽ ഹേ എന്നും ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹൈ എന്നും പറയാം. ഏതൊക്കെയാണ് രണ്ട് സ്ഥലം? ഒന്ന്, മേ, എന്നെ പറ്റി പറയുകയാണെങ്കിൽ മേ കേരൾ സേ ഹൂം. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന സെൻറ്റൻസിൽ നമ്മൾ എന്ത് പറയും? ഹും എന്നാണ് പറയുക. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇവിടെയുണ്ട്. മേ യഹാ ഹൂം. ഞാൻ ഇവിടെയുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നാണ്. മേ കേരൾ സേ ഹൂം. മേ കേരൾ സേ ഹൂം. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊന്നാണ് തു, നീ വെച്ച് പറയുന്ന. ഇനി മറ്റൊന്നാണ് തും എന്ന് വെച്ച് പറയുന്ന സെൻറ്റൻസ്. അതായത് തും കഹാൻ സേ ഹോ. അവിടെ ഹോ എന്നാണ് വരിക. തും കഹാൻ സേ ഹോ, നിങ്ങൾ എവിടുന്നാണ്? തും കഹാൻ സേ ഹോ, നിങ്ങൾ എവിടുന്നാണ്? അപ്പോൾ ആപ്പ് വെച്ച് പറയുമ്പോൾ ആപ് കഹാൻ സേ ഹൈ എന്നുള്ളതാണ് പറയുക. ഒരാളാണെങ്കിലും പ്ലൂറലിൻ്റെ രൂപമാണ് ഉപയോഗിക്കുക. അപ്പോൾ മേ ദില്ലി സേ ഹൂം. തും കഹാൻ സേ ഹോ, നിങ്ങൾ എവിടുന്നാണ്? മേ ദില്ലി സേ ഹൂം. ആപ് കഹാൻ സേ ഹൈ, താങ്കൾ എവിടുന്നാണ്? മേ കൊച്ചി സേ ഹൂം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസുകൾ, അപ്പോൾ ചോദിക്കേണ്ട രൂപം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പേര് ചോദിക്കേണ്ട രൂപം എങ്ങനെയാണ്? ആപ്കാ
നാം ക്യാ ഹേ, ആപ്ക നാം ക്യാ ഹേ. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞു മേരാ നാം റഫീഖ് ഹേ. അവിടെ ഹൂ എന്ന് പറയില്ല, മേരാ നാം, എൻ്റെ പേരിനെ പറ്റിയാണ് പറയുന്നത്, എന്നെ പറ്റിയല്ല. അപ്പോൾ മേരാ നാം റഫീഖ് ഹേ അല്ലേ. ആ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേരാ, എൻ്റെ പേര് എന്ന് വെച്ചിട്ട് തുടങ്ങുന്നത്, എൻ്റെ എന്ന് വെച്ചിട്ടാണ് ആ സെൻറ്റൻസ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഹൂ എന്ന് ഉപയോഗിക്കൂല, അവിടെ മേര എന്നാണല്ലോ. മേര നാം, എൻ്റെ പേരിനെ പറ്റിയാണ് പറയുന്നത്, എൻ്റെ പേര് ഇതാണ് എന്നാണ്. അത് നേരെ മറിച്ച് മേ, ഞാൻ എന്ന് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസിലാണ് ഹൂ എന്ന് പറയുക. അപ്പോൾ മേര നാം റഫീഖ് ഹേ. അതിനുശേഷം പിന്നെ താങ്കൾ എവിടെ നിന്നാണ്, ആപ് കഹാൻ സേ ഹൈ, ആപ് കഹാൻ സേ ഹൈ എന്ന് ചോദിക്കുക. അതല്ല, അത്ര റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നമുക്കിങ്ങനെ ഉപയോഗിക്കാം, തും കഹാൻ സേ ഹോ, തും കഹാൻ സേ ഹോ, തും കഹാൻ സേ ഹോ. അപ്പോൾ അതിനെങ്ങനെ മറുപടി പറയും, മേ ദില്ലി സേ ഹൂം, മേ കാലിക്കറ്റ് സേ ഹൂം, മേ കൊച്ചി സേ ഹൂം. ഇനി ഇത് ഞങ്ങൾ എന്നാണെങ്കിലോ, ഞങ്ങൾ കേരൾ സേ ഹൈ അല്ലേ, ഞങ്ങൾ, ഹം കേരൾ സേ ഹൈ, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. ഹം കൊച്ചി സേ ഹൈ, ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്, ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേര് ചോദിക്കുന്നത്, പേര് പറയുന്നത്, നാട് ചോദിക്കുന്നത്, നാട് പറയുന്നത്, ഇത്രയും സെൻറ്റൻസുകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവനോട് ചോദിക്കണം, താങ്കൾ ഇവിടെ എത്ര വർഷമായി? എങ്ങനെ ചോദിക്കും? ആപ് യഹാ കബ് സേ കാം കർത്തേ ഹേ. ആപ് താങ്കൾ, യഹാ ഇവിടെ, കബ് സേ കബ് എപ്പോൾ, കബ് സേ കാം കർത്തേ ഹേ താങ്കൾ എപ്പം മുതൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, താങ്കൾ എപ്പം മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ, നമുക്കത് പീസാക്കാം. ആപ് താങ്കൾ, യഹാ ഇവിടെ, കബ് സേ കബ് എപ്പോൾ, സേ മുതൽ എപ്പോൾ മുതൽ, കാം കർത്തേ ഹേ ജോലി ചെയ്യുന്നു അല്ലേ. നമ്മൾ ഇപ്പോൾ ബസ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അങ്ങാടി ടൗണിലൊക്കെ ഒരു ഹിന്ദിക്കാരനും ഇതേപോലെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പേര് ചോദിച്ചു, നാട് ചോദിച്ചു, എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു. ഇനി ഇതിനുള്ള മറുപടി എങ്ങനെ പറയാം? ഞാൻ 2 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. എങ്ങനെ പറയും? മേ യഹാ, ഞാൻ ഇവിടെ, മേ യഹാ 2 സാൽ സേ, 2 സാൽ സേ 2 വർഷം മുതൽ, അതായത് 2 വർഷമായിട്ട്, 2 സാൽ സേ मैं यहाँ 2 साल से काम करता हूँ, काम करता हूँ ചെയ്യുന്നു, ചെയ്യുന്നു, करता हूँ, हूँ അല്ലേ, ചെയ്യുന്നു, അതായത് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഹം യഹാ 5 साल से 5 വർഷമായി, കാം കർത്തേ ഹൈ, കർത്താഹും കർത്തേ ഹൈ എന്നാക്കി മാറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേ യഹാ 5 साल से काम करता हूँ എന്നുള്ളത്, ഇതൊക്കെ സ്ത്രീലിംഗമാകുമ്പോൾ കർത്താഹും എന്നുള്ളത് കർത്തീഹും എന്നായി മാറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ അവിടെ കർത്തീഹും എന്നാക്കി മാറ്റും. ഇനി അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നെങ്ങനെ പറയാം? സമജ് നെഹി ആയ, സമജ് നെഹി ആയ, സമജിനെ മനസ്സിലാക്കുക, സമജ് മനസ്സിലാക്കൽ, സമജ് നെഹി ആയ മനസ്സിലായിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമജ് നെഹി ആയ, ഒന്ന് പറഞ്ഞു നോക്കിയേ, സമജ് നെഹി ആയ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അവൻ പറയുന്നത് കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, നമുക്ക് സാവധാനത്തിൽ പറയണം. നമുക്ക് അവനോട് പറയാം, ഒന്ന് സാവധാനത്തിൽ പറയൂ എന്നെങ്ങനെ ഹിന്ദിയിൽ പറയാം? തോട ധീരെ ബോലിയേ, തോട ധീരെ ബോലിയേ, ഒന്ന് സാവധാനത്തിൽ പറയൂ. തോട അല്പം, ഒന്ന്, ഒന്ന് പറഞ്ഞാൽ എണ്ണ ഒന്നല്ല, ഒന്ന്, അതായത് അല്പം. തോട ധീരെ ബോലിയേ, ധീരെ ബോലിയേ. ഇനി നമ്മൾ ഇപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൂടെ ഒരാൾ സ്പീഡിലാണ് പോയി നമ്മളുടെ ബാഗൊക്കെ തട്ടിയിട്ട്, അപ്പോൾ നമുക്ക് അവനോട് പറയും, ബായ് തോടാ ധീരെ ചലിയേ, ഒന്ന് സാവകാശം നടക്കൂ, അങ്ങനെ സാവകാശം നടക്കൂ എന്നുള്ള അർത്ഥത്തിന് നമുക്ക്. അപ്പം ധീരെ എന്നുള്ളത് സാവകാശം എന്നർത്ഥം. ഇത് നമുക്ക് ഏത് വാക്കിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ധീരെ എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം.
ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ കൂടെ നടക്കുകയാണ്, അപ്പോൾ ആൾ നല്ല സ്പീഡിൽ നടക്കുന്നത്, നമ്മൾ നടന്നിട്ട് എത്തുന്നില്ല എങ്കിൽ നമുക്ക് അവനോട് പറയാം തോടാ ധീരെ ചലിയേ, ഒന്ന് സാവകാശം നടക്കൂ, അല്പം സാവകാശം നടക്കൂ. ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമ്മളൊരു ഹിന്ദിക്കാരൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടാൽ അവനോട് സംസാരിക്കേണ്ട, പേര് ചോദിക്കാൻ, നാട് ചോദിക്കാൻ, പേര് പറയാൻ, നാട് പറയാൻ, എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കാൻ, അതിനുള്ള മറുപടി എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്ന് സാവകാശം പറയൂ, ഇതൊക്കെ പറയാനുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും കേൾക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്. താങ്ക് യു.